ഹായ് ഫ്രണ്ട്സ്, ഡ്രീം ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു ക്രോസ് ബോയെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷേ ഇതിനകത്ത് ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ക്രോസ് ബോയിൽ. അപ്പോൾ നമ്മുടെ ഇത് എയിം ചെയ്ത് തകർ വലിക്കുന്ന സമയത്ത് നമ്മുടെ കൈയൊക്കെ ഇത് കട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ നോക്കിയില്ല എങ്കിൽ പണി കിട്ടുന്ന സാധനമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഡാർട്ട് ഇത് പോയതിന് ശേഷം ഈ നൂല്, അതായത് ബ്രൈഡ് കനം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇത് ഡാർട്ട് പോയിട്ട് ഈ റീലിൽ നിന്ന് ഇറങ്ങി പോയില്ല എങ്കിൽ നമ്മുടെ കണ്ണിലോട്ട് തിരിച്ചടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് ഈ ഡാർട്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. അപ്പോൾ നമ്മുടെ എന്ത് കൊണ്ടിറങ്ങാൻ സംഭവിക്കുന്നുള്ള കാര്യം ഞാൻ അത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ലോഡ് ചെയ്യാം. ഇങ്ങനെയാണ് കേട്ടോ, ഇതാണ് സ്വിച്ച്. ഇതിങ്ങനെ പ്രസ് ചെയ്തതിനു ശേഷം നമ്മുടെ ഈ കാലിങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് ഇങ്ങനെ വയ്ക്കുക. അപ്പം ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഡാർട്ട് എടുത്ത് നമ്മളിതിലൊരിക്കുന്നത് ഫൈബറിൻ്റെ ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് മെറ്റലുള്ള ഒരു ഡാർട്ടാണ് നമുക്ക് കിട്ടുന്നത്. 3 പീസ് വരും കേട്ടോ. നമുക്കത് അതിൽ മീൻ പിടിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് അതിനകത്തോട്ട് വയ്ക്കേണ്ടത്. ഡാർട്ട് ഇങ്ങനെയാണ് വയ്ക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തോട്ടൊരു ഇങ്ങനെ ഒരു ചെറിയൊരു പീസ് ഇങ്ങനെ താഴ്ന്നു നിൽപ്പുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് ഇങ്ങനെ കയറ്റി വയ്ക്കുമ്പോഴേക്കും വേണ്ട, ഇതിനകത്തോട്ട് കയറ്റി ഇത് മേളോട്ട് പൊങ്ങും. മേളോട്ട് പൊങ്ങിയതിന് ശേഷം അതിങ്ങനെ ഈ സ്വിച്ച് ഒന്ന് താഴ്ത്തി കൊടുക്കുക. താഴ്ന്നില്ല. അപ്പോൾ അത് താഴാത്ത കാര്യം ശകലം കൂടെ ഇങ്ങനെ അകത്തോട്ട് കയറ്റി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ അകത്തോട്ട് വിടുമ്പോൾ ഈ സ്വിച്ച് മേളോട്ട് പോകും, അകത്തോട്ട് പോകും. അതിനെ താഴ്ത്തി കൊടുക്കുക. ഓക്കെ. അപ്പോൾ നമുക്കിത് നമ്മുടെ ഷൂട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് ഇങ്ങനെ ഈ സ്വിച്ച് ബാക്കിലോട്ട് തന്നെ വലിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് എങ്ങോട്ട് പിടിച്ചാലും കുഴപ്പമില്ല. മീൻ കാണുന്ന സമയത്ത് ഈ സ്വിച്ച് ഇങ്ങനെ താഴ്ത്തി കൊടുക്കുക. താഴ്ത്തിയതിന് ശേഷം മീൻ നമുക്ക് എയിം ചെയ്ത് അടിക്കാം കേട്ടോ. അപ്പോൾ ഇത് ബെയിൽ എപ്പോഴും ഇതെപ്പോഴും ബെയിലിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് തന്നെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഇത് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കില്ല. നമ്മൾ പെട്ടെന്ന് മീൻ കാണുമ്പോഴേക്കും ഡാർട്ട് എടുത്ത് വെച്ച് പെട്ടെന്ന് അടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡാർട്ട് നഷ്ടപ്പെടും. അതുമല്ല, ഇത് ഓപ്പൺ ചെയ്തില്ല എങ്കിൽ ഇത് ഓപ്പൺ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൽ ഈ ഡാർട്ട് വന്ന് അടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ കേട്ടോ, അതിങ്ങനെ വിരളിങ്ങനെ മേളിൽ വെച്ചിട്ട് ഇങ്ങനെ ഈ ട്രിഗർ വലിച്ചു കേട്ടോ. അടിച്ച സമയത്ത് ഈ ബാറുണ്ടല്ലോ, നേരെ പോയിട്ട് കൈ ഇങ്ങനെ അടിച്ച് കൈ ഒടിഞ്ഞെന്നൊക്കെയാണ് കേട്ടത്. അപ്പോൾ അതാണ് ഞാൻ ഒന്നാമത് ഈ വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇത് ഈ വിരളിങ്ങനെ മേൽഭാഗത്ത് വരാതെ നോക്കുക. അതുപോലെ നമ്മുടെ ഈ ബ്രൈഡ് എപ്പോഴും ഇതിന് മേൽഭാഗത്ത് തന്നെ ഈ ലൈനിൽ തന്നെ കേട്ടോ, ഈ മേൽഭാഗം ഇവിടെ തന്നെ പിടിച്ച് വയ്ക്കുക കേട്ടോ. എന്നിട്ട് ഇതിനകത്ത് ഇവിടെ എങ്ങും ഉറക്കി നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് നോക്കണം. മീൻ നമുക്ക് കിട്ടും, വേറെ മീൻ കിട്ടും, വിഷയമില്ല. നമുക്ക് ഡാർട്ട് നഷ്ടപ്പെടും, അതുപോലെ നമ്മുടെ കണ്ണ് പോവും. അതുകൊണ്ടൊക്കെയാണ് പ്രത്യേകം പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. വിരൽ നഷ്ടപ്പെടും. അടിച്ചു കഴിഞ്ഞാൽ ഓടിയാൻ ചാൻസ്, നഷ്ടപ്പെടുന്നല്ല, ഓടിയാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം. പിന്നെ ക്രോസ് ബോ പറ്റി പറയുന്നുണ്ടെങ്കിൽ മാക്സിമം സൂക്ഷിച്ച് ഉപയോഗിക്കുക. കാര്യം കൂടെ വരുന്നവർ എങ്ങനെയുള്ള ആളെന്ന് പറയുമ്പോൾ മാക്സിമം നമ്മൾ ഫ്രണ്ടായി പോയിട്ട് അവരെ ബാക്കിൽ വിട്ട് നിർത്തുക. ഇത് എപ്പോഴാണ് ഇങ്ങനെ പെട്ടെന്ന് ഓപ്പണായി പോകണമെന്ന് പറയാൻ പറ്റില്ല. സ്വിച്ചൊക്കെ തന്നിട്ടുണ്ട്, എന്നാലും അത് നമുക്കിതിലൊരു ഉറപ്പുള്ള സാധനമല്ല. ഈ സ്വിച്ചൊക്കെ സേഫ്റ്റിക്ക് വേണ്ടി തന്നിട്ടുള്ളതാണ് കേട്ടോ. അതൊക്കെ നമുക്കൊരു ഉറപ്പുള്ള സാധനമല്ല. ഇതൊക്കെ ഇതായപ്പോൾ ഇങ്ങനെയുണ്ട്, ബാക്കിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് പോവില്ല. നമ്മളാണ്ടോ, ഇത് പ്രസ് ചെയ്താൽ പോവില്ല. ഉണ്ടോ, ഇതിങ്ങനെ തള്ളി വെച്ച് കഴിഞ്ഞാൽ പിന്നും പോയി, ലൂസായി പോയി കേട്ടോ. കറക്റ്റ് ഡാർട്ട് കറക്റ്റ് ഇരുന്നാൽ അത് കറക്റ്റായിട്ട് പോവുള്ളൂ. അപ്പോൾ നമ്മുടെ കാണുന്ന എല്ലാം നമ്മുടെ ഫ്രണ്ട്സാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു അപകടം പറ്റരുത്, അതാണ് നമ്മുടെ തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം കേട്ടോ. ഇത് പറയാതിരിക്കുമ്പോൾ മീൻ ഉറപ്പായിട്ട് കിട്ടും. പിന്നെ വേറൊരു കേസ്, നമുക്കിപ്പം മീൻ കിട്ടാത്ത ഒരുപാട് പേര് കാണും ഇതിനകത്ത്. അപ്പോൾ വേറൊരു കേസ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇതിൽ ലേസർ വരുന്ന ടൈപ്പാണ് കേട്ടോ. ലേസർ വരുന്ന ടൈപ്പ് എന്ന് പറയുമ്പോഴേക്കും ഇതിനകത്ത് ചെറിയൊരു റെഡ് കളർ സ്പോട്ട് കാണുന്നുണ്ട്. അതിപ്പോൾ കാണിച്ചു തരാം. ഇതാണ്ട് ഓഫ് ഓൺ. നമ്മളിപ്പോൾ ഇത് ഓണാക്കി കഴിഞ്ഞാൽ ഒരു റെഡ് കളർ സ്പോട്ട് കാണുന്നുണ്ട്. റെഡ് കളറാണ് കേട്ടോ. അത് കാണിച്ചു തരാം. അതൊരു സ്പോട്ട് ഉണ്ടോ, അത് കാണുന്നുണ്ടോ, റെഡ് കളർ.
ആ സ്പോട്ട് കാണുന്നുണ്ട്. ആ സ്പോട്ട് നമുക്ക് നേരെ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ഒന്ന് പിടിച്ചോ, വെയിലാണ്ടാണ് കാണുന്നത്. അതായത് ഈ കാണുന്ന സ്പോട്ട്, ഈ കാണുന്നതാണ് സ്പോട്ട്. നമുക്ക് നേരെ ഇവിടെ കാണിക്കുന്നത്, ഇവിടെ ഈ ഭാഗത്ത്, അതായത് നേരെ താഴ്ഭാഗത്ത്. എന്നിട്ട് നമുക്ക് എയിം ചെയ്യാം കേട്ടോ. എയിം ചെയ്ത് കറക്റ്റായിട്ട് ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് വിരൽ വെച്ച് കാണിക്കുന്ന, നമുക്ക് ആ സ്പോട്ട് പെട്ടെന്ന് കാണിച്ചു തരാൻ പറ്റില്ല. അതാ നമുക്ക് കണ്ണിൽ കാണാമെങ്കിലും ക്യാമറയിൽ വ്യക്തമായിട്ട് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കുറച്ച് ദിവസം ഞാനത് ഉപയോഗിച്ചിട്ടും എനിക്ക് മീൻ കിട്ടാതെ കൊണ്ടുനടന്നിട്ട് ആ എയിമിങ് കണ്ടുപിടിച്ചതെന്ന് പറയുമ്പോൾ, ഞാൻ നേരത്തെ ഈ സെൻറ്റർ വെച്ചിട്ടാണ് ഞാൻ എയിം ചെയ്ത് മീൻ പിടിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് ഇങ്ങനെ അപൂർവമായിട്ടൊക്കെ മീൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഭാഗത്ത്, അതായത് നേരെ താഴ്ഭാഗത്ത് ഈ സ്പോട്ട് വന്നതിന് ശേഷം ഇവിടെ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് എയിം ചെയ്തതിന് ശേഷം ട്രിഗർ വലിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് മീൻ കിട്ടും. ഈ ഭാഗത്ത് കേട്ടോ, മേളിലല്ല, താഴെ ഭാഗം ചേർന്ന് വന്നതിന് സെൻട്രലാക്കിയിട്ട് ചേർന്ന് വന്നതിന് ശേഷം മീൻ പിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട്, മീൻ പിടിച്ചാലല്ല, എയിം ചെയ്ത് ട്രിഗർ വലിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മീൻ കിട്ടും കേട്ടോ, ഈ ഭാഗത്ത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ഞാൻ വീണ്ടും തരും. ഓക്കെ, ബൈ.